ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹത്തെക്കുറിച്ചാണ്. പണം. ഞാൻ മണിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും കൂടുതൽ പണം എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാം? പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇല്ല, എൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, എനിക്കെങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനോ പണം ആകർഷിക്കാനോ കഴിയുമെന്ന്. ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ പോകുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന വാക്കല്ല. അത് നിങ്ങളുടെ വിധിയല്ല. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ തീരെ മോശമായിരിക്കുമ്പോൾ, കയ്യിൽ പണമില്ലാത്ത അവസ്ഥ വരുമ്പോൾ, നമുക്കൊരു വഴിയും കാണാൻ കഴിയാതെ വരുമ്പോൾ, ഒരുപാട് സ്ട്രെസ് തോന്നും. ഇതൊന്നും ഇനി മാറാൻ പോകുന്നില്ല, എത്ര പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടും കാര്യമില്ല എന്ന് നമ്മൾ സ്വയം പറയും, അല്ലേ? ഒരു പക്ഷേ നിങ്ങളിപ്പോൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കേൾക്കണം. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് വിധിക്കപ്പെട്ടിട്ടുമില്ല. നിങ്ങൾ ഈ അവസ്ഥയിൽ സ്റ്റക്ക് ആയിരിക്കുകയല്ല. നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റും. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ സാഹചര്യങ്ങളെല്ലാം മോശമായിരിക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക? എൻ്റെ ബാങ്ക് അക്കൗണ്ട് കാലിയായിരിക്കുമ്പോൾ എങ്ങനെയാണ് അബണ്ടൻസ് ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നത്? ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങൾക്കിനി ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഐഡന്റിറ്റി മാറ്റുക. ഞാനിത് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം. ഈ ഒരു മാറ്റത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ നിയന്ത്രണം തിരിച്ചു പിടിക്കുക എന്നതാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് നേരം വിശ്രമിക്കുന്നത് കൊണ്ടോ, അതായത് റെസ്റ്റ് എടുക്കുന്നത് കൊണ്ടോ ഒന്നും അല്ല നമ്മുടെ അടുത്തേക്ക് പണം വരുന്നത്. അത് വരുന്നത് നമ്മുടെ ഐഡന്റിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ചിലരതിനെ സെൽഫ് കൺസെപ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ നമുക്കിതിനെ സെൽഫ് ഇമേജ് എന്ന് വിളിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈ സെൽഫ് ഇമേജിനെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു, ആരാണ് നിങ്ങളെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിക്ക് കാരണം നിങ്ങളുടെ ജോലിയോ വരുമാനമോ അല്ലെങ്കിൽ നിങ്ങളുടെ ചെലവുകളോ ഒന്നുമല്ല. പകരം പണത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നിങ്ങൾ കാലങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിശ്വാസങ്ങളാണ്. സത്യത്തിൽ ഈ ഒരു അവസ്ഥ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഇതിലും മികച്ചൊരു ജീവിതത്തിന് അർഹനാണെന്ന്. ഈ അവസ്ഥയെ മാറ്റാനുള്ള ശക്തി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന്. അതുകൊണ്ടാണ് ഈ അവസ്ഥ നിങ്ങൾക്ക് വേദനയായിട്ട് മാറുന്നത്. പക്ഷേ പലർക്കും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. അവർക്ക് ശരിക്കും ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി എന്നൊരു ഐഡൻറ്റിറ്റിയോട് ഒരാഴത്തിലുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഈ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത്. എപ്പോഴും പണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാൾ, ഒരിക്കലും ആവശ്യത്തിനും പണം കിട്ടാത്തൊരാൾ, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ മോശക്കാരനായിട്ടുള്ള ഒരാൾ എന്നിങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളെ സ്വയം കാണുന്നത്. അതായത് ഈ ഒരു ഭാഗം മനസ്സിലാവാത്തവർക്ക് കുറച്ചും കൂടി ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ യഥാർത്ഥത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമായിട്ട് മാനസികമായിട്ട് ഭയങ്കര അടുപ്പത്തിലായിരിക്കും. കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ മാത്രമേ എനിക്ക് പണം കിട്ടൂ, എൻ്റെ കയ്യിൽ പണം ഒരിക്കലും നിൽക്കത്തില്ല, ഞാൻ പണം കൈകാര്യം ചെയ്യാൻ വളരെ മോശമാണ്, എനിക്കെപ്പോഴും കടം മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മൾ ആഴത്തിൽ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള ചിന്താഗതിയാണ് നിങ്ങളുടെ ജീവിതത്തെ ഒരു കെണിയിൽ അകപ്പെട്ട പോലെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ ഐഡന്റിറ്റിയാണ് നിങ്ങളുടെ റിയാലിറ്റി തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പണമോ മറ്റെന്ത് കാര്യമായാലും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്ന കാര്യങ്ങളെ സ്ഥിരീകരിക്കുന്ന രീതിയിലായിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഈ മാറ്റം വരുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കുക: ഞാൻ ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്നതും ചിന്തിക്കുന്നതും നിർത്തുക. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പൂർണ്ണമായിട്ടും നിർത്തുക. തമാശയായി പോലും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ച് മറ്റൊരാളോട് പറയരുത്. പണമുണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന ചിന്തയെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റുക. ഇനി രണ്ടാമത്തേത്, ഒരു പുതിയ റിയാലിറ്റി സൃഷ്ടിക്കുക.
പഴയ കഥകൾ പറയുന്നതും ചിന്തിക്കുന്നതും നിർത്തിക്കഴിഞ്ഞാൽ അടുത്ത പടി നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കുക എന്നതാണ്. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു പുതിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കാൻ സഹായിക്കും. ഈ പുതിയ ചിന്താരീതി അത്രയധികം ശക്തമാകുമ്പോൾ നിങ്ങളുടെ പുറത്തുള്ള ലോകത്തിന് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയല്ലാതെ വേറെ വഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പണം ഉണ്ടാക്കുന്നതിന് നിങ്ങളുടെ പണത്തോടുള്ള മാനസികമായ ബന്ധമാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകൾ മാത്രമാണ്. അതുകൊണ്ട് പണത്തെക്കുറിച്ച് നിങ്ങൾ ആരാണെന്ന് ആദ്യം മാറ്റി എഴുതുക. നിങ്ങൾ സമ്പന്നനാണെന്ന് വിശ്വസിക്കുന്നത് വരെ സമ്പന്നനാണെന്ന് സ്വയം പറയാൻ തുടങ്ങുക. നിങ്ങൾ സമൃദ്ധിയുള്ള ഒരാളാണെന്ന് സ്വയം വിശ്വസിക്കാൻ തുടങ്ങുക. ഇത് വളരെ എളുപ്പമാണ്. കണ്ണടച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു മനോഹരമായ ചിത്രമുണ്ടാക്കുക. നിങ്ങൾ സാമ്പത്തികമായി സ്വതന്ത്രനാണെന്ന് സങ്കല്പിക്കുക. സുരക്ഷിതത്വവും സമാധാനവും അനുഭവിക്കുക. നിങ്ങളുടെ സ്വപ്ന ഭവനത്തിലൂടെ നടക്കുന്നത് കാണുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വലിയ തുകകൾ വരുന്നത് കാണുക. എന്നിട്ട് അത് നിങ്ങൾക്ക് നൽകുന്ന സുരക്ഷിതത്വവും സന്തോഷവും അനുഭവിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ സ്വയം പറയുക. ഇതൊക്കെ എൻ്റേതാണ്. ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രനാണ്. ഞാൻ വളരെ എളുപ്പത്തിൽ പണത്തെ എൻ്റെ അടുത്തേക്ക് ആകർഷിക്കുന്നു. എന്നെ എപ്പോഴും സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നു. എനിക്ക് എപ്പോഴും ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട്. പണം എന്നെ തേടി വരുന്നു. വളരെ എളുപ്പത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നു. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് സമ്പത്തിനെ നിങ്ങളുടെ പുതിയ ജീവിത രീതിയായിട്ട് അംഗീകരിക്കും. നിങ്ങളുടെ മനസ്സിൽ ഈ പുതിയ റിയാലിറ്റിയിൽ എത്ര കൂടുതൽ കാലം നിങ്ങൾ ജീവിക്കുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ പുറത്തുള്ള ലോകം അത് യാഥാർത്ഥ്യമാക്കും. നമ്മുടെ കഥയിലെ വാക്കുകൾ നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ എവിടെയായിരുന്നു എന്നതിൽ നിന്ന് തീരുമാനമെടുക്കുന്നതിന് പകരം നമ്മൾ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നുവോ അവിടെ നിന്ന് തീരുമാനമെടുക്കാൻ തുടങ്ങും. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് പ്രവർത്തിക്കാൻ ഒരു പുതിയ വഴി തുറക്കുന്നു. നിങ്ങൾ സ്വയം പറയുന്ന നെഗറ്റീവ് കഥകൾ മാത്രമാണ് അതിനെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർക്കുക, നിങ്ങളുടെ ഐഡന്റിറ്റി മാറുമ്പോൾ നിങ്ങളുടെ പുറത്തുള്ള ലോകം അത് മാച്ച് ചെയ്യാൻ തുടങ്ങും. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഇത് ബാധകമാണ്. ഇനി മൂന്നാമത്തേതാണ് പ്രതികരിക്കുന്നത് നിർത്തുക. ഈ പ്രക്രിയയിലെ ഏറ്റവും നിർണായകമായ അടുത്ത സ്റ്റെപ്പാണ് റിയാക്ട് ചെയ്യുന്നത് നിർത്തുക എന്നത്. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ പുറത്തുള്ള ലോകവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത് അല്ലേ? എന്നാൽ റിയാക്ട് ചെയ്യുന്നത് അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവിടെയാണ് ആളുകൾ കുടുങ്ങിപ്പോകുന്നത്. അവർ പറയും മാനിഫെസ്റ്റേഷൻ ശരിയായി നടക്കുന്നില്ല എന്ന്. കാരണം അവർ പുറത്തുള്ള കാര്യങ്ങളോട് റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നമ്മുടെ എല്ലാ പവറും നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് എന്ന കാര്യം അവർ മറന്നുപോകുന്നു. ആളുകൾ അവരുടെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇഷ്ടമില്ലാത്ത ബാലൻസ് കാണുമ്പോൾ ഭയത്തോടെ റിയാക്ട് ചെയ്യുന്നു. ഒരു ബില്ല് കിട്ടുമ്പോൾ സമ്മർദ്ദത്തോടെ പ്രതികരിക്കുന്നു. സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സംശയത്തോടെ റിയാക്ട് ചെയ്യുന്നു. ഈ ഒരു ചക്രം അവരെ പഴയ സാമ്പത്തിക അവസ്ഥയിൽ തന്നെ തളച്ചിടുന്നു. കാരണം ഓരോ റിയാക്ഷനും കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന വിശ്വാസത്തിന് ശക്തി നൽകുന്നു. നിങ്ങൾ അതിനെ ഒരു സത്യമല്ല എന്ന് തള്ളിക്കളയുന്നത് വരെ ഈ അവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കും. സത്യം ഇതാണ്, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് നിങ്ങളുടെ മേൽ പവർ ഉള്ളത് നിങ്ങൾ അതിനെ അനുവദിക്കുമ്പോൾ മാത്രമാണ്. ബില്ലുകൾ, ചിലവുകൾ, കടങ്ങൾ, ഇതിനെയെല്ലാം നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള കുറച്ച് നമ്പറുകളായിട്ട് മാത്രം കാണുക. ഇപ്പോൾ നമ്മൾ പണം കൈകാര്യം ചെയ്യുന്നത് വളരെ കുറവാണല്ലോ അല്ലേ? അതുകൊണ്ട് കൂടുതലും സ്ക്രീനിലോ പേപ്പറിലോ ഉള്ള നമ്പറുകൾ മാത്രമാണ് ഇവയെല്ലാം. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഇതിനെ ഒരു ഇലൂഷനായിട്ട് കാണാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കഴിയും. ബാഹ്യലോകത്തേക്കാൾ ശക്തമാണ് നിങ്ങളുടെ മനസ്സ്. നിങ്ങളുടെ ഭാവനയിലും പുതിയ കഥയിലും ജീവിക്കാൻ തീരുമാനിക്കുക. അപ്പോൾ ബാഹ്യലോകം അതിനനുസരിച്ച് മാറും. നിങ്ങളുടെ വികാരപരമായ പ്രതികരണം നിങ്ങൾ പഴയ കഥയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണോ അതോ പുതിയൊരു ലോകത്തേക്ക് പോകണോ എന്ന് തീരുമാനിക്കും. അതുകൊണ്ട് അടുത്ത തവണ ഒരു ബില്ല് കാണുമ്പോൾ പരിഭ്രാന്തരാകരുത്. അടുത്ത തവണ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നു എന്ന് തോന്നുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. പകരം സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നു, പക്ഷേ ഞാൻ ഇതിനടിമയല്ല. നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തി ആത്മവിശ്വാസത്തോടെയും നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശക്തി പൂർണ്ണമായും നിങ്ങൾ തിരികെ എടുക്കും. നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ടിലെ അക്കങ്ങളേക്കാൾ ശക്തനാണെന്ന് ഓർമ്മിപ്പിക്കുക.
ഇനി നാലാമത്തേതാണ് കാത്തിരിപ്പിനെ വിശ്വസിക്കുക. അപ്പോൾ നാലാമത്തെ കാര്യം, ഈ മാറ്റം വരുത്തുന്നതിന് ഒരു സമയം എടുക്കുമെന്ന് മനസ്സിലാക്കി ആ കാത്തിരിപ്പിന്റെ കാലയളവിനെ വിശ്വസിക്കുക എന്നതാണ്. പലരും അവരുടെ മാനിഫെസ്റ്റേഷൻ വരുന്നതിന് മുൻപ് ശ്രമം ഉപേക്ഷിക്കാറുണ്ട്. കാരണം അവർ ഈ പ്രോസസ്സിനെ വിശ്വസിക്കുന്നില്ല. അവരുടെ മനസ്സിൽ സൃഷ്ടിച്ച ഒരു യാഥാർത്ഥ്യം അതൊരു യഥാർത്ഥ യാഥാർത്ഥ്യമാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മനസ്സിലൊരു കാര്യം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. സത്യത്തിൽ എല്ലാം ഇതിനകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു പുതിയ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. ചിലർ കുറച്ച് ദിവസത്തേക്ക് അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുത്തു എന്ന് വരും. എന്നാൽ അവർക്ക് പെട്ടെന്നൊരു മാറ്റം കാണാൻ കഴിയാതെ വരുമ്പോൾ അവർ പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകും. അവരുടെ പവർ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് പോലും അറിയാതെ പഴയ ലോകം അവരെ ഭീഷണിപ്പെടുത്താൻ അനുവദിക്കുന്നു. ഇത് ഒരു വിത്ത് നട്ടതിന് ശേഷം അത് വളർന്നോ എന്നറിയാൻ വേണ്ടി എല്ലാ ദിവസവും കുഴിച്ചു നോക്കുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വരുത്തിയതിന് ശേഷവും പുറത്തുള്ള ലോകം അതിനനുസരിച്ച് മാറാൻ ഒരു ഗ്രേസ് പീരീഡ് ഉണ്ടാകും. അതായത് നിശ്ചിത സമയമെടുക്കും. തെളിവുകളൊന്നും ഇല്ലാത്തപ്പോഴും നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലാത്തപ്പോഴും സംശയം കടന്നു വരാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ വിഷൻ മുറുകെ പിടിക്കുക എന്നതാണ് നിങ്ങളുടെ ജോലി. കാരണം നിങ്ങൾ ഈ ഗ്രേസ് പീരീഡിനെ അതിജീവിച്ച് മുന്നോട്ട് പോയാൽ ആ മാറ്റം ഒഴിച്ചുകൂടാനാവാത്തതായിട്ട് മാറും. ഇനി അഞ്ചാമത്തേതും അവസാനത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമുണ്ട്. അത് ഇപ്പോൾ തന്നെ സമ്പന്നനായി ജീവിക്കുക എന്നതാണ്. നിങ്ങൾ ശരിക്കും പണം ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമ്പന്നനാകാൻ പണത്തിനായിട്ട് കാത്തിരിക്കുന്നത് നിർത്തുക. എനിക്ക് പണം വരുമ്പോൾ എനിക്ക് സമൃദ്ധിയുള്ളതായി തോന്നും, അല്ലെങ്കിൽ എൻ്റെ കടം തീർന്നാൽ എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം തോന്നും എന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ സത്യം അതിന് വിപരീതമാണ്. ഇതിനെ ലോ ഓഫ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നു. അതായത് ഒരു കാരണം ഒരു ഫലം ഉണ്ടാക്കുന്നുവെങ്കിൽ ആ ഫലം ആദ്യം അനുഭവിക്കുന്നത് ആ കാരണത്തെ ഉണ്ടാക്കും. സമ്പത്ത് സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഉണ്ടാക്കുന്നുവെങ്കിൽ ഇപ്പോൾ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും അനുഭവിക്കുന്നത് സമ്പത്തിനെ നിങ്ങളിലേക്ക് ആകർഷിക്കും. സാമ്പത്തിക സ്വാതന്ത്ര്യം വിശ്രമവും സമാധാനവും നൽകുന്നുവെങ്കിൽ ആദ്യം ആ സമാധാനം അനുഭവിക്കുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ ആകർഷിക്കും. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് വഴികൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോടല്ല പ്രതികരിക്കുന്നത്, മറിച്ച് നിങ്ങൾ ഇതിനകം സത്യമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളോടാണ് അത് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ഈ നിമിഷം മുതൽ നിങ്ങൾ ഇതിനകം സമ്പന്നനായ ഒരാളായി ജീവിക്കാൻ പരിശീലിക്കുക. നിങ്ങളുടെ പുതിയ കഥയിലേക്ക് പോകുന്നത് തുടരുക, അതിനെ ആസ്വദിക്കുക. പണത്തെക്കുറിച്ച് ഒരിക്കലും വേവലാതിപ്പെടാത്ത ഒരാളുടെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുക. ആ അവസ്ഥയിൽ ജീവിക്കുക. കാരണം ഈ പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളോടല്ല, മറിച്ച് നിങ്ങളുടെ ആന്തരിക അവസ്ഥകളോടാണ് പ്രതികരിക്കുന്നത്. നിങ്ങളുടെ ഐഡന്റിറ്റിയോടാണ് പ്രതികരിക്കുന്നത്. നിങ്ങളിപ്പോൾ സമൃദ്ധിയുടെ ഊർജം പ്രസരിപ്പിക്കുമ്പോൾ പണം നിങ്ങളിലേക്ക് വരും. ഇത് ഒരു പ്രപഞ്ച നിയമമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തേത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഐഡന്റിറ്റി മാറ്റുക. രണ്ടാമത്തേത് ഒരു പുതിയ റിയാലിറ്റി സൃഷ്ടിക്കുക. മൂന്നാമത്തേത് റിയാക്ട് ചെയ്യുന്നത് നിർത്തുക. നാലാമത്തേത് ഗ്രേസ് പീരീഡിൽ വിശ്വസിക്കുക. അഞ്ചാമത്തേത് ഇപ്പോൾ തന്നെ സമ്പന്നനായി ജീവിക്കുക. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്